ഇന്ന് നമുക്ക് ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്? ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പ്രൈമറി ഒബ്ജക്റ്റീവ്സ്, അതായത് പ്രിൻസിപ്പൽ മെയിൻ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത് സബ്സിഡറി ഒബ്ജക്റ്റീവ്സ്. ഇതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഡിറ്റ്. ഓഡിറ്റർമാരുടെ ഒപ്പീനിയൻ അത് എക്സ്പ്രസ് ചെയ്യുക, അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒന്ന് പ്രിൻസിപ്പൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എക്സ്പ്രഷൻ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ express an opinion on financial statements. The auditor examines financial statements to satisfy himself about the truth and fairness of financial position and operating results of the enterprise. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് പരിശോധിക്കുക, എന്നിട്ട് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി വെക്കുക, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്ററുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഒരു ഓഡിറ്റർ നിയമിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതിന്റെ കറക്റ്റ്നെസ്, അത് എത്രത്തോളം വിശ്വസനീയമാണ്, ആ രീതിയിൽ വിശ്വസനീയമായ ഒന്നാണെന്ന് തെളിയിക്കാവുന്ന റിപ്പോർട്ട് ലഭിക്കുക. അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായകരമായ റിപ്പോർട്ടായിരിക്കും. വളരെ സഹായകരമായിട്ട് മാറും. അത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റേഴ്സിൽ നിന്ന് ക്രെഡിറ്റ് ലഭിക്കാൻ, ബാങ്കിൽ നിന്നൊക്കെ ലോൺ ലഭിക്കാൻ, ടാക്സിന്റെ പർപ്പസ് തുടങ്ങി ഒരുപാട് ആവശ്യത്തിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അകത്തോളം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഫെയർസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതെന്ന് അത്തരത്തിൽ റിപ്പോർട്ട് ലഭിക്കേണ്ട ആവശ്യകതയുണ്ട്. അത്തരത്തിൽ റിപ്പോർട്ട് നൽകുവാൻ കഴിയുക എന്നുള്ളതാണ് ഓഡിറ്റർ ഒന്നാമത്തെ ജോലിയായിട്ട് വരുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ആയിട്ട് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. ഓഡിറ്റേഴ്സിന്റെ ഒപ്പീനിയൻ എന്തായിരിക്കുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് ഓഡിറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഇത് എക്സ്പ്രഷൻ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണെന്ന് പറയുന്നത്. എന്നാൽ പാർട്ണർഷിപ്പിന്റെയും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെയും കേസിൽ ഇതല്ല പ്രൈമറി ഒബ്ജക്റ്റീവ്. പാർട്ണർഷിപ്പിന്റെയും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെയും കേസിൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആണ് മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ മറ്റു പലവിധ ഒബ്ജക്റ്റീവ്സ് ഓഡിറ്റിനുണ്ട്. അതാത് ടൈപ്പ് ഓഫ് ഓഡിറ്റിംഗ്, ഓരോ ടൈപ്പ് ഓഫ് ഓഡിറ്റ് അതിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ പൊതുവെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓഡിറ്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ പ്രൈമറി ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് ടു ദി മാനേജ്മെന്റ് ടു സീ വെദർ ദി ഫൈനൽ അക്കൗണ്ട് ആർ ഡ്രോൺ ആസ് പെർ ദി ലോ എന്നുള്ളതാണ്. അതായത് ലോ അനുസരിച്ചാണോ പ്രൈമറി ലോ അനുസരിച്ച് തന്നെയാണ് ഈ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള പരിശോധിക്കുന്ന പണി. ആ പണി ചെയ്തതിനു ശേഷമുള്ള റിപ്പോർട്ട് ആളുകൾ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റർ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗിന്റെ സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വിധമാണ്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആണ്, മറ്റൊന്ന് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ് ആണ്. എറേഴ്സിന് കണ്ടെത്തുക, അത് പ്രിവെന്റ് ചെയ്യുക. ഫ്രോഡ്സ് കണ്ടെത്തുക, അത് പ്രിവെന്റ് ചെയ്യുക. ഈ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് എറേഴ്സ്, ഫ്രോഡ്സ്? ആ ടൈപ്സ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് നമ്മൾ തടയുക. എന്താണ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ മിസ്റ്റേക്സ് കമ്മിറ്റഡ് ബൈ റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻസ്, പോസ്റ്റിംഗ്, കോസ്റ്റിംഗ്, carrying forwarding and balancing accounts. മിസ്റ്റേക്സ്
വരാം. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്ലറിക്കലായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാം. അത്തരം മിസ്റ്റേക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? അത്തരം മിസ്റ്റേക്സുകളെയാണ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ എറേഴ്സ് ചിലപ്പോൾ നമ്മൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും റെസീപ്റ്റ്സിലോ വൗച്ചേഴ്സിലോ ഡെബിറ്റ് നോട്ടിലോ ക്രെഡിറ്റ് നോട്ട്സിലോ ബിൽസിലോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാം. എറേഴ്സ് ഒമിറ്റ് വിട്ടുപോകുന്നതായിരിക്കാം, രേഖപ്പെടുത്താൻ മറന്നു വിട്ടുപോകുന്നത്. ചില എറേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ട്രയൽ ബാലൻസിലൂടെ എന്ത് ചെയ്യാം, ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എറേഴ്സ് ജനറലി എന്താണ്, രണ്ട് വിധത്തിൽ സംഭവിക്കാവുന്നതാണ്. ഒന്ന് ക്ലറിക്കൽ എറേഴ്സ് ആണ്, മറ്റൊന്ന് ടെക്നിക്കൽ എറേഴ്സ് ആണ്. ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് എറേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നുകൂടി പറയാം. ക്ലറിക്കൽ എറേഴ്സ്, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ടെക്നിക്കൽ എറർ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒന്ന് ഒമിറ്റ് ചെയ്തു പോവുക, വിട്ടുപോവുക. When a transaction is wholly or partly omitted, being properly recorded in the books of records. എന്താണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ? It arise when a transaction is wholly or partly omitted, being properly recorded in the books. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തി വെക്കുമ്പോൾ മറന്നു പോകുന്ന, വിട്ടുപോകുന്ന ട്രാൻസാക്ഷൻസ് ആണ് എറേഴ്സ് ഓഫ് ഒമിഷനിൽ വരാറുണ്ട്. രേഖപ്പെടുത്തി വെക്കുമ്പോൾ പാർഷ്യലി അല്ലെങ്കിൽ പൂർണ്ണമായി ഹോളി ഒമിറ്റ് ചെയ്തു പോകുന്ന ട്രാൻസാക്ഷനെയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. ഇതിൽ കംപ്ലീറ്റ് ഒമിഷൻ നമ്മളോട് പൂർണ്ണമായി വിട്ടുകൊടുക്കും. അത്തരം ഒമിഷൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിനെ എന്ത് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് സൈഡിനെയോ ഡെബിറ്റ് സൈഡിനെയോ എന്ത് ചെയ്യില്ല, മാത്രം എഫക്റ്റ് ചെയ്യില്ല. ഇത്തരം എറേഴ്സ് ഡു നോട്ട് എഫക്ട് ദി അഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസസ്. എന്നാൽ പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ അത് ഒക്കർ ചെയ്യുന്നത് ഭാഗികമായിട്ടാണ്. ആ ഭാഗികമായിട്ടുള്ള ഒമിഷൻ നമുക്ക് ട്രയൽ ബാലൻസ് ഡിസ്ക്ലോസ് ചെയ്ത് തരുന്നതായിരിക്കും. ട്രയൽ ബാലൻസിന്റെ ഡിഫറൻസിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും പാർഷ്യൽ ഒമിഷൻ. എന്നാൽ കംപ്ലീറ്റ് ഒമിഷൻ നമുക്ക് അത്തരത്തിൽ കണ്ടെത്താൻ പറ്റില്ല. ഇതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജനറലി അറൈസ് when a transaction has been recorded and wrongly entered in the original entry ledger due to negligence. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് റോങ്ലി എൻ്റർ ചെയ്യുന്നത്, എൻട്രി റോങ്ലി എൻ്റർ ചെയ്യുക. അതായത് 360 എന്നുള്ളത് 630 എന്നോ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഓരോ ഡിജിറ്റിൻ്റെ സ്ഥാനം മാറിപ്പോകുന്നത്, ഒരു ഡിജിറ്റ് കുറഞ്ഞു പോകുന്നത്, ഇങ്ങനെയുള്ള എറേഴ്സിനെയാണ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. എറേഴ്സ് കമ്മീഷൻ നമ്മൾ 2 പ്രാവശ്യം ട്വൈസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം എറേഴ്സിന് ഡ്യൂപ്ലിക്കേഷൻ എറേഴ്സ് എന്ന് വിളിക്കും. എറേഴ്സ് കമ്മീഷൻ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു എൻട്രി തന്നെ ട്വൈസ് 2 പ്രാവശ്യം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത്തരം എറേഴ്സ് ഡ്യൂപ്ലിക്കേഷൻ എറേഴ്സ് എന്ന് വിളിക്കും. എന്താണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് എറേഴ്സ്? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് എറർ ഈസ് വൺ വിച്ച് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് കൗണ്ടർ ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്തരം എറേഴ്സിനെ എന്ത് വിളിക്കുന്നത്? കോമ്പൻസേറ്റിംഗ് എറർ എന്ന് വിളിക്കുന്നത്. ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് ഓഫ്സെറ്റ് ചെയ്തു പോവുക, കോമ്പൻസേറ്റ് ചെയ്തു പോവുക. ഒരു എറർ വന്നത് മറ്റൊരു എൻട്രിയിലൂടെ എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ റെന്റ് പെയ്ഡ് നമ്മൾ ഓവർ കാസ്റ്റ് ചെയ്ത് 1000 rupees ആയിപ്പോയി. റെന്റ് പെയ്ഡ്
₹1000 ആയിപ്പോയി. നമ്മൾ രേഖപ്പെടുത്തി വെച്ചത് അധികമായിട്ട് ₹1000 റെന്റ് പെയ്ഡ് അധികം രേഖപ്പെടുത്തി വെച്ചു. റെന്റ് റിസീവ്ഡ് ഇതേപോലെ തന്നെ 1000 അധികമായി രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ അതായത് നമ്മൾ ഒരു ഇൻകം സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരേ സമയം എന്താണ് ഇൻക്രീസ് വന്നു പോയി. തെറ്റായിട്ടുള്ള രേഖപ്പെടുത്തി വെച്ചു. തെറ്റായിട്ട് കൂടുതൽ സംഖ്യ രേഖപ്പെടുത്തി വെച്ചു. അത്തരത്തിൽ കൂടുതലായിട്ട് ₹1000 രണ്ട് ഭാഗത്ത് രേഖപ്പെടുത്തി വെക്കുന്നതോടുകൂടി രണ്ടും ഡെബിറ്റും ക്രെഡിറ്റും ഒരേ തുല്യമായ എമൗണ്ട് നമുക്ക് എററായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു എറർ കൊണ്ട് കൗണ്ടർ ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്തരം എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോമ്പൻസേറ്റിംഗ് എറർ ഒരിക്കലും തന്നെ നമുക്ക് ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്തരം എറേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എറർ മേ നോട്ട് അഫക്റ്റ് ദി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചിലപ്പം എഫക്റ്റ് ചെയ്യാതിരിക്കാം. എന്നാൽ ട്രയൽ ബാലൻസിന് അത് എഫക്റ്റ് ചെയ്യില്ല. ഇത് തറോ സ്ക്രൂട്ടിനിലൂടെ മാത്രമേ ഇത്തരം എറേഴ്സിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത്തരം എറേഴ്സ് ഓഡിറ്റർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്തരം എറേഴ്സുമായി ബന്ധപ്പെട്ട് ഓഡിറ്റേഴ്സ് തറോ സ്ക്രൂട്ടിനി നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓഡിറ്റർ എന്ത് ചെയ്യണം? നല്ല തറോ സ്ക്രൂട്ടിനി നടത്തേണ്ടതുണ്ട്. എന്താണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് errors when entries are recorded against the accepted fundamental principles of accountancy. അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? എൻട്രീസ് റെക്കോർഡ് ചെയ്യുക. എൻട്രീസ് ആർ റെക്കോർഡ് അഗേൻസ്റ്റ് ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് അഗേൻസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുക. എക്സാമ്പിൾ പറയാം, വാല്യൂഷൻ ഓഫ് അസറ്റ് ഓൺ റോങ് പ്രിൻസിപ്പിൾസ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യൂ ചെയ്യുന്ന എന്ത് ചെയ്യുക? റോങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുക. റോങ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കുക. ഇഗ്നോറിങ് ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇഗ്നോർ ചെയ്യുക. പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻ ടു റോങ് ക്ലാസ് ഓഫ് അക്കൗണ്ട്. റവന്യൂ ഐറ്റത്തിന് ക്യാപിറ്റൽ ഐറ്റത്തിന് റവന്യൂ ഐറ്റം എടുക്കുക. റവന്യൂ ഐറ്റം എന്ത് ചെയ്യുക? റോങ് ക്ലാസ് റവന്യൂ അക്കൗണ്ടിൽ എടുക്കുക. അഡ്വർടൈസ്മെന്റിന്റെ എക്സ്പെൻസിനെ സാലറി അക്കൗണ്ടിൽ എടുക്കുക. സാലറി എക്സ്പെൻസിനെ മറ്റൊരു അക്കൗണ്ടിൽ എടുക്കുക. ഇങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഒരിക്കലും തന്നെ ട്രയൽ ബാലൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ റൊട്ടീൻ ചെക്കിങ്ങിന്റെ സമയത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അത്തരം എറേഴ്സ് നമുക്ക് ഒരു ഓഡിറ്റർ വളരെ ഇന്റലിജന്റ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ മാത്രമേ അത് അയാളുടെ നല്ല സ്ക്രൂട്ടിനി ചെയ്ത് നല്ല തറോ സ്ക്രൂട്ടിനി നടത്തിയാൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ തറോ സ്ക്രൂട്ടിനി നടത്തണം. തറോ സ്ക്രൂട്ടിനി നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ് പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇത്തരം എറേഴ്സ് ഡിറ്റക്ട് ചെയ്യണം എന്നാണ്. അതാണ് ഓഡിറ്ററുടെ മെയിൻ ഡ്യൂട്ടി ഇവിടെ വരുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ രണ്ട് വിധത്തിലാവാം. ഒന്നുകിൽ ഇന്റൻഷ്യലി ആവാം, അല്ലെങ്കിൽ അൺഇന്റൻഷ്യലി ആവാം. ഇന്റൻഷ്യലി ആണെങ്കിൽ എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം? മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിന് വേണ്ടിയായിരിക്കാം. അത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് മോർ പ്രോഫിറ്റ് ഓർ ലെസ് പ്രോഫിറ്റ്, ഒറിജിനൽ പ്രോഫിറ്റിനേക്കാളും മോർ പ്രോഫിറ്റ് ലെസ് പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടിയായിരിക്കാം. ഈ തരത്തിലുള്ള ചെയ്യുന്നത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ്. അത് മുൻകൂട്ടി കണക്കാക്കിയിട്ടുള്ള ഒരു പർപ്പസ്, ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കാം ഇത്. ഇത്തരത്തിലുള്ള എറേഴ്സ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യും, ബാലൻസ് ഷീറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ നൽകേണ്ടതുണ്ട് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് ഇത്തരം ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ടാകുന്നതിനെ തടയുക, ഡിറ്റക്ട് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. അത്തരം എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബിസിനസ്സിനെ എന്ത് ചെയ്യും? ബാധിക്കും.
അത് ബിസിനസ്സിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഓഡിറ്ററിലാണ് ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവുക. അത്തരം എറേഴ്സ് കണ്ടെത്തിയിട്ട് പരിഹരിക്കുക എന്നുള്ളത് ഓഡിറ്റർ ഡ്യൂട്ടിയാണ്. ഓഡിറ്റർ എറേഴ്സ് എങ്ങനെയൊക്കെ കണ്ടെത്താം? ഒന്നുകിൽ ചെക്ക് ദി ടോട്ടൽ ഓഫ് ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്തുകൊണ്ട് കണ്ടെത്താം. ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ടോട്ടൽ ചെക്ക് ചെയ്തുകൊണ്ട് കണ്ടെത്താം. കമ്പയർ ദി നെയിം ഓഫ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജറിൻ്റെ നെയിമും നെയിം ഓഫ് അക്കൗണ്ട് ഷോൺ ഇൻ ട്രയൽ ബാലൻസും കമ്പയർ ചെയ്യാം. ജേണലും ജേണൽ പ്രോപ്പറും കമ്പയർ ചെയ്യാം. ദെൻ ചെക്ക് ചെയ്യാൻ ടോട്ടൽ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, എന്നിട്ട് അവരുടെ ട്രയൽ ബാലൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. സെൽഫ് ബാലൻസിങ് സിസ്റ്റം ആണെങ്കിൽ എറർ ക്യാൻ ബി ലൊക്കേറ്റഡ് എക്സോസ്റ്റീവ് സ്ക്രൂട്ടിനി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. നല്ല തറോ സ്ക്രൂട്ടിനിയിലൂടെ മാത്രമേ അത്തരം എറേഴ്സ് കണ്ടെത്താൻ പറ്റുള്ളൂ. കമ്പയർ ദി ഐറ്റംസ് ഇൻ ട്രയൽ ബാലൻസ് വിത്ത് ദി ഐറ്റം ഓഫ് ദി ട്രയൽ ബാലൻസ് ഓഫ് പ്രീവിയസ് ഇയർ. ഈ കഴിഞ്ഞ വർഷത്തെയും കൂടി എന്ത് ചെയ്യാം, വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഏതെങ്കിലും ഐറ്റം കഴിഞ്ഞ വർഷത്തേത് നിന്ന് ഈ വർഷം വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ട്രയൽ ബാലൻസിൽ റൗണ്ട് ഏതെങ്കിലും ഫിഗറിൽ ടോട്ടൽ ഫിഗറിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ എറേഴ്സ് എന്ത് ചെയ്യാം, 81 എന്നുള്ളത് 18 ആവുക, അല്ലെ 45 എന്നുള്ളത് 54 ആവുക, അങ്ങനെയുള്ള എറേഴ്സ് ആവാം. അത്തരം എറേഴ്സ് മിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതാണ്. അത് ആ രീതിയിൽ കണ്ടെത്താൻ സാധിക്കും. ദെൻ ഇതെങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് പാർട്ട്ണർഷിപ്പിന്റെ പബ്ലിക് സോൾ പ്രോപ്രൈറ്റർഷിപ്പിന്റെ ഒക്കെയും ഈ തരത്തിലുള്ള എറേഴ്സ് കണ്ടെത്തലാണ്. ഇത്തരം എറേഴ്സ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഓഡിറ്റർ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പ്രിവെൻഷൻ ഓഫ് എറേഴ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് വിത്ത് മാനേജ്മെന്റ് ആണ്. Auditor inform the weakness of internal check system and inadequacy of accountancy in the firm. ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാൻ പറ്റും അവിടുത്തെ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ പോരായ്മകളാണ് അതൊക്കെ എന്നുള്ളത്. ഇത്തരം എറേഴ്സ് വരാൻ സൂക്ഷിക്കാൻ വേണ്ടി ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന് സാധിക്കും. ഒരാൾ ചെയ്ത വർക്ക് മറ്റൊരാൾ പരിശോധിച്ചു കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്ന എൻ്റർ ചെയ്യുന്ന രീതിക്കാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അത്തരത്തിലൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ പോരായ്മയാണ് ഇത്തരം എറേഴ്സ് വരുന്നത് എന്ന് പറയാം. ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും റെക്കമെൻഡേഷൻ നൽകാൻ പറ്റും. Then next, types of frauds. Detection and prevention of fraud. Detection and prevention of fraud. Fraud എന്നുള്ളത് മീൻസ് ഫാൾസ് റെപ്രസെന്റേഷൻ ഓർ മേക്കിംഗ് എ റോങ് എൻട്രി ഇന്റൻഷനലി ടു ഡിഫ്രോഡ് സംബഡി എന്നുള്ളതാണ്. ഫാൾസ് റെപ്രസെന്റേഷൻ ഓർ മേക്കിംഗ് റോങ് എൻട്രി ഇന്റൻഷനലി ടു ഡിഫ്രോഡ് സംബഡി. മറ്റൊരാളെ ഫ്രോഡ് ചെയ്യാൻ, വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എൻട്രിയാണ് ഫ്രോഡ് എന്നുള്ളത്. മറ്റൊരാളെ വഞ്ചിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്റൻഷനലി ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ എറേഴ്സ് എന്ന് പറയുന്നത് ഇന്റൻഷനലി അല്ല, ഇവിടെ ഇന്റൻഷനലി ചെയ്യുന്ന ഓരോ എൻട്രീസിനെയും എന്ത് ചെയ്യാം, ഫ്രോഡ് എന്ന് വിളിക്കാം. അതിൽ ഒരാൾ മാത്രം ഉൾപ്പെടുന്നതല്ല. ഇന്റൻഷനൽ മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 1 or more ഇൻഡിവിജ്വൽസ് ഉൾക്കൊള്ളുന്നതാണ്. അതായത് മാനേജ്മെന്റ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, തേർഡ് പാർട്ടീസ് ആയിരിക്കാം, എല്ലാവരും ചേർന്നിട്ട് നടത്തുന്ന ഒരു മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിനെയാണ് വിളിക്കുന്നത് ഈ ഫ്രോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനിപ്പുലേഷൻ എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട്
ചെയ്യുന്നതാവാം, പ്രോഫിറ്റ് ലോസ് കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാവാം. അങ്ങനെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട് നടത്താൻ വേണ്ടി ചെയ്യുന്ന ഒന്നായിരിക്കും ഫ്രോഡ്. മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ് ഉണ്ടാവാം, ഡോക്യുമെന്റ്സ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്സ് ഉണ്ടാവാം, സപ്രഷൻ ഓർ ഒമിഷൻ ഓഫ് എഫക്റ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ്, recording transaction without substance, misapplication of accounting policies, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള രേഖകളൊന്നും ഇല്ലാത്ത രേഖപ്പെടുത്തി വെക്കുന്നതാവാം, മിസ്അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസിന്റെ മിസ്അപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം ഫ്രോഡ്. ഏതെങ്കിലും രീതിയിലാവാം. ടൈപ്സ് ഓഫ് ഫ്രോഡ്. ഫ്രോഡിനെ നമുക്ക് പലതരത്തിലായിട്ട് പലതരത്തിലുള്ള ഫ്രോഡ് ഉണ്ട്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഒരു ഫ്രോഡാണ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഉണ്ട്. ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് സപ്രഷൻ ഓർ നോൺ ഡിസ്ക്ലോഷർ ഓഫ് ക്യാഷ് റെസീറ്റ്. ഒരു ക്യാഷ് കിട്ടിയതിനെ രേഖപ്പെടുത്താതെ എന്ത് ചെയ്യുക, വെക്കുക, മറച്ചു വെക്കുക. ദെൻ ഇൻഫ്ലാറ്റിംഗ് പേയ്മെന്റ്സ് ആയിട്ട് ചെയ്യുന്നതാവാം. ഇൻഫ്ലാറ്റിംഗ് പേയ്മെന്റ് കൂട്ടി കാണിക്കുക. എൻ്ററിങ് ഫിറ്റീഷ്യസ് പേയ്മെന്റ്, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളുടെ പേരിൽ പേയ്മെന്റ്, ഇല്ലാത്ത എംപ്ലോയീസിന്റെ പേരിൽ സാലറി കൊടുത്തായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഇതൊക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത് സെയിൽസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റീസിനേക്കാളും കൂടുതലായിട്ട് സെയിൽസ് രേഖപ്പെടുത്തി വെക്കുക. സെയിൽസ് ലെഡ്ജർ ക്വാണ്ടിറ്റീസ് ദാൻ ആക്ച്വൽ റെക്കോർഡിംഗ് ചെയ്യുക. റെക്കോർഡിംഗ് പർച്ചേസ് ലാർജ് ക്വാണ്ടിറ്റി ആയി രേഖപ്പെടുത്തി വെക്കുക. രണ്ടിലൊന്ന് ചെയ്യുന്നതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ് ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ചെയ്യുന്നതല്ല. അക്കൗണ്ടുകളിൽ പ്രോഫിറ്റിനെ കൃത്രിമമായിട്ട് കൂട്ടി കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് കുറച്ച് കാണിക്കാനൊക്കെ വേണ്ടി, അസറ്റിന്റെ വാല്യൂ ഒക്കെ കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് മാനിപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ഈസ് ജനറലി ഡൺ ബൈ ഡയറക്ടേഴ്സ് ആയിരിക്കാം, മാനേജേഴ്സ് ആയിരിക്കാം, അതർ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരിക്കാം, നോട്ട് ബൈ ദി സബോർഡിനേറ്റ്. ഇത്തരത്തിലുള്ള ഫ്രോഡ് ഒക്കെ ചെയ്യുന്നത് ഹ്യൂജ് എമൗണ്ട്സിലായിരിക്കും. ഒരു ഫാൾസ് പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ഏതൊക്കെ വിധത്തിലായിരിക്കാം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഇതെന്തിനൊക്കെ വേണ്ടിയാവാം, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് നല്ല ഹയർ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ഫോർ പേയിങ് ഹയർ ഡിവിഡൻഡ്. അതുപോലെ ബാങ്കിൽ നിന്ന് വായ്പ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഹയർ കമ്മീഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ വാല്യൂ കൂട്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഹയർ പ്രൈസ് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഷെയറിന്. അതേപോലെ തന്നെ ലോസ് പ്രോഫിറ്റ് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, ടാക്സ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ന്യൂ എൻട്രൻസ് ആ മേഖലയിലേക്ക് പുതിയ ബിസിനസ്സുകാർ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ലോ പ്രൈസിൽ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. അതേപോലെ തന്നെ റോങ് ഇംപ്രഷൻ അബൌട്ട് ദി സക്സസ് ഓഫ് ബിസിനസിനെ കുറിച്ചൊരു റോങ് ഇംപ്രഷൻ നൽകാൻ വേണ്ടിയിട്ടായിരിക്കാം. ബിസിനസ് മേഖല ഡൗൺ ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇത് സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഷൻ, ഓവർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് നടത്തിക്കൊണ്ടാവാം. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നുണ്ട് ചെയ്യുന്നതായിരിക്കാം. ഫിറ്റീഷ്യസ് ആയിട്ടുള്ള സെയിൽസ്, അതുപോലെ തന്നെ ഒമിഷൻ ഓഫ് സെയിൽസ് കൊണ്ട് ചെയ്യാം. ഫിറ്റീഷ്യസ് പർച്ചേസ് ചെയ്യുക, ഓവർ വാല്യൂഷൻ ഓഫ് ലയബിലിറ്റീസ് ചെയ്യുക, അണ്ടർ വാല്യൂഷൻ, ഓവർ വാല്യൂഷൻ ഓഫ് ലയബിലിറ്റീസ്. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് രേഖപ്പെടുത്തിയേക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് രേഖപ്പെടുത്തി വെച്ചേക്കാം. ക്യാപിറ്റൽ റെസീറ്റ് റവന്യൂ റെസീറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കാം. എക്സ്പെൻസസ് ഓഫ് നെക്സ്റ്റ് ഇയർ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ എന്ത് ചെയ്യാം, കുറക്കാം.
ഇൻകം നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി വെക്കാം. Recording accrued income or outstanding expenses in current year profit. Outstanding expense രേഖപ്പെടുത്താതെ വെക്കാം. അതുപോലെ accrued income. Window dressing of account ആവാം. Window dressing എന്ന് പറഞ്ഞാൽ short outwardly a more prosperous position than what is actually is. നമ്മൾ നിലവിലുള്ള സ്ഥിതി എന്താണ് എന്നതിനേക്കാൾ നിലവിലുള്ള പ്രോഫിറ്റോ ലോസോ കൂട്ടി കാണിക്കുന്നതിന് എന്താ വിളിക്കുന്നത്, വിൻഡോ ഡ്രസ്സിംഗ് എന്ന് വിളിക്കുന്നത്. നിലവിലുള്ള ആക്ച്വൽ പൊസിഷനേക്കാളും ഒരു മോശമില്ലാത്ത പൊസിഷനിലാണ് ഉള്ളത് എന്ന് കാണിക്കാൻ. വാട്ട് ഈസ് ആക്ച്വലി ഇത് എന്താണെന്നുള്ളതിനേക്കാളും ഒരു പ്രോസ്പെറസ് പൊസിഷനിലാണ്, മോർ പ്രോസ്പെറസ് പൊസിഷനിലാണ് എന്ന് ഷോയിങ് ചെയ്യുന്നതിനാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് വിളിക്കുക. അതുപോലെ സീക്രട്ട് റിസർവ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതിൻ്റെ എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആളുകൾക്ക് അറിയാതെ, ഷെയർ ഹോൾഡേഴ്സിനെ ഒന്നും അറിയിക്കാതെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എങ്ങനെ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ നടത്താൻ പറ്റും? ഇത്തരത്തിലുള്ള ഫ്രോഡ് എന്നാണ് ഇന്റൻഷ്യലി ചെയ്യുന്നതാണ്, ക്ലവർലി ചെയ്യുന്ന, ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ്. അത് സബോർഡിനേറ്റും തൊട്ടൊക്കെ ചെയ്യുന്നതല്ല. അത്തരത്തിലുള്ളൊരു മാനിപ്പുലേഷൻ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? അത് അവിടെയാണ് ഓഡിറ്റർ സ്കിൽ ആവശ്യമായിട്ട് വരുന്നത്, സ്കിൽ ആൻഡ് വിജിലൻസ് ആവശ്യമായി വരുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഡൗട്ട്ഫുൾ കേസ് ഉണ്ടെങ്കിൽ ഈ മേ പുട്ട് സസ്പീഷ്യൻ ലുക്ക് ഓൺ ദാറ്റ് മാറ്റർ. അത്തരം സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സംശയിക്കപ്പെടുന്ന അതിനെക്കുറിച്ച് കൃത്യമായ റെക്കോർഡ് നോട്ട്സ് ഉണ്ടാക്കി വെക്കുകയും അതിനനുസരിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്യണം. ഓഡിറ്റർക്ക് തന്നെ ലീഗലി ഒരു ഓഡിറ്റർ എക്സംപ്റ്റ് ഫ്രം ലയബിലിറ്റി ഇഫ് ഹി ഫെയിൽസ് ടു ഡിസ്കവർ എ വെൽ കൺസീൽഡ് ഡിഫാൾക്കേഷൻ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ഇത് കണ്ടെത്തുന്നതിൽ ഓഡിറ്റർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് ലയബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. എന്നാലും ഓഡിറ്റർ എന്ത് ചെയ്യണം, അയാളുടെ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഫെയിലർ ആകാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഓഡിറ്റർ ഒരു വാച്ച് ഡോഗായിട്ട് വർക്ക് ചെയ്യണം ശരിക്കും എന്നുള്ളതാണ്. ഓഡിറ്റർ സസ്പീഷ്യൻ ആണെങ്കിൽ ആ സസ്പീഷ്യൻ ആയിട്ടുള്ള വർക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നേരം തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ തന്നെ ചെയ്യേണ്ടതാണ്. ഓഡിറ്റർക്ക് ഒരിക്കലും തന്നെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓഡിറ്റർ ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് അക്കൗണ്ട്സ് ആർ ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഓഡിറ്റർക്ക് ഒരിക്കലും എറേഴ്സും ഫ്രോഡ്സും ഇല്ല എന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഒരു പരിമിതി ഉണ്ട് ഓഡിറ്റർക്ക്. ഒരു ബ്ലഡ് ഹൗണ്ട് ആവാൻ പറ്റില്ല, ഒരു വാച്ച് ഡോഗായി മാത്രം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ബട്ട് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം എറേഴ്സും ഫ്രോഡ്സും പൂർണ്ണമായി ഇല്ലാതാക്കാൻ എന്ത് ചെയ്യുന്ന ഓഡിറ്റർക്ക് സാധിച്ചോളുന്നില്ല. പക്ഷെ ഇത് ആൻസിലറി ആയിട്ട് ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയാം.